നമസ്കാരം. മേക്ക് 7 എന്ന വ്യായാമത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കാന്തപുരവും എം.വി. ഗോവിന്ദനും തമ്മിലുള്ള വാക്പോരും മുറുകുകയാണ്. ഇരുവരുടെയും പോരിന്റെ പ്രധാന വിഷയം സ്ത്രീകളാണ്. കാന്തപുരത്തിന്റെ കാഴ്ചപ്പാടുകളെ വിമർശിച്ച് എം.വി. ഗോവിന്ദന്റെ പാർട്ടിയെ തന്നെയാണ് കാന്തപുരം വിമർശിച്ചിരിക്കുന്നത്. വിമർശനം വിമർശിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. വിമർശിക്കുന്നവർ വിമർശനങ്ങളെ സ്വന്തം നയങ്ങളിൽ പ്രാവർത്തികമാക്കാൻ കൂടി ശ്രമിക്കുക വേണം. ഗോവിന്ദനെ ആദ്യം ചൊടിപ്പിച്ചത് സ്ത്രീകളെക്കുറിച്ചുള്ള കാന്തപുരത്തിന്റെ കാഴ്ചപ്പാടായിരുന്നു. അതായത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള വ്യായാമ മുറയ്ക്ക് മേക്ക് 7 നേരെ വിമർശനവുമായാണ് കാന്തപുരം എത്തിയിരുന്നത്. കുറ്റ്യാടിയിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. വിശ്വാസ സംരക്ഷണമാണ് പ്രധാനം എന്നതിൽ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു കാന്തപുരം തന്റെ നിലപാടിനെ ന്യായീകരിച്ചത്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കും. യാഥാസ്ഥികരെന്ന് വിളിച്ചാലും വിമർശിച്ചാലും പ്രശ്നമില്ല. ലോകത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം മേക്ക് 7 കൂട്ടായ്മയെ ലക്ഷ്യം വെച്ച് കാന്തപുരം വിമർശനം ഉന്നയിച്ചത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരിക്കുന്നത് ഇസ്ലാമിന് ഹറാമാണെന്നിരിക്കെ ലോകത്തിന് നാശം വരുത്തി വെക്കുന്ന പ്രവൃത്തികളാണ് ഈ വ്യായാമ മുറയിലൂടെ ചെയ്യുന്നതെന്നായിരുന്നു കാന്തപുരത്തിന്റെ വിമർശനം. CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ വിമർശിച്ചും പരിഹസിച്ചും കാന്തപുരം A.B. അബൂബക്കർ മുസ്ലിയാർ വന്നു. ഇസ്ലാമിന്റെ നിയമങ്ങൾ മത പണ്ഡിതന്മാർ പറയും, അത് പണ്ഡിതർക്ക് വിട്ടുകൊടുക്കണം. ഇസ്ലാമിന്റെ വിധി പറയുന്നത് മുസ്ലിങ്ങളോടാണ്. അതിൽ എന്തിനാണ് കുതിര കയറാൻ വരുന്നതെന്നായിരുന്നു കാന്തപുരം എം.വി. ഗോവിന്ദനെ വിമർശിച്ചുകൊണ്ട് ചോദിച്ചത്. നേരത്തെ എം.വി. ഗോവിന്ദൻ മേക്ക് 7 കുറിച്ചുള്ള കാന്തപുരത്തിന്റെ നിലപാടിനെതിരെയും രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് A.B. അബൂബക്കർ മുസ്ലിയാരുടെ മറുപടി. ആലപ്പുഴയിലെ പൊതുസമ്മേളനത്തിലാണ് കാന്തപുരത്തിന്റെ പ്രതികരണം വന്നത്. ഗോവിന്ദൻ മാഷിന്റെ ജില്ലയിലെ ഏരിയ സെക്രട്ടറിമാരിൽ ഒരു സ്ത്രീ പോലുമില്ല. 18 പേരും പുരുഷന്മാരാണ്. ഒരു സ്ത്രീയെ പോലും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ പോലും ഉൾപ്പെടുത്താത്തതെന്നും കാന്തപുരം ചോദിച്ചു. ഇതിന് ഗോവിന്ദൻ മറുപടി പറഞ്ഞേ മതിയാകൂ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.